ഹായ് എവ്രി വൺ 180 ഡേയ്സ് ചലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 24ാമത്തെ ദിവസമാണ് ഇന്ന്. അങ്ങനെ ഞാൻ സക്സസ്ഫുള്ളി 24 ദിവസം കംപ്ലീറ്റ് ചെയ്തു. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഐ എം സോ ഹാപ്പി. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് പേടിയുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് പറ്റില്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, എൻ്റെ ഫിയറൊക്കെ ഓരോന്നിങ്ങനെ ബ്രേക്ക് ആവുന്ന സമയത്ത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനാണോ ഞാൻ പേടിച്ചത്? ഞാൻ കേപ്പബിൾ ആണല്ലോ, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും. വല്ലാത്തൊരു കോൺഫിഡൻസ് വരുന്നുണ്ട്. എൻ്റെ ലൈഫിൽ നല്ല മാറ്റങ്ങളാണ് ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ മൊത്തത്തിൽ ആളാകെ മാറുന്നുണ്ട്. എൻ്റെ ബോഡി ലാംഗ്വേജ് ചേഞ്ച് ആവുന്നുണ്ട്. കുറേ കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്. മൊത്തത്തിൽ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. മുന്നേ ഇങ്ങനൊന്നും ആയിരുന്നില്ല, പക്ഷെ ഇപ്പം ഒരുപാട് നല്ല ചേഞ്ചസ് ആണ് കാണാൻ പറ്റുന്നത്. ഇത്ര ദിവസം, ഈ കുറഞ്ഞ ദിവസം കൊണ്ട് ഇത്രയും മാറ്റം വരുന്ന ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഫിസിക്കലി നമുക്ക് വിസിബിൾ ആയിട്ട് വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ലെങ്കിലും ഇന്റേണലി ഒരുപാട് ഷിഫ്റ്റ് എനിക്ക് സംഭവിച്ചു. പിന്നെ ഓരോ ദിവസവും എന്നെ അൺകംഫർട്ടബിൾ ആക്കുന്ന, എനിക്ക് പേടിയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അത് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഇതിനാണോ ഞാൻ പേടിച്ചത്? ഞാൻ കേപ്പബിൾ ആണ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനി അടുത്ത കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ധൈര്യമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അത് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കാതെ ജസ്റ്റ് ആ ഒരു പ്രശ്നത്തെ നോക്കുന്ന സമയത്ത് എനിക്ക് വളരാനുള്ള അവസരം എവിടെയാണ്, എന്താണ് ഈ ചലഞ്ച് എന്നെ പഠിപ്പിക്കുന്നത്, എനിക്ക് എന്താണ് ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ വേണ്ടി പറ്റുക, എന്ത് സൊല്യൂഷനാണ് എനിക്ക് ഉള്ളത്. നമ്മൾ എപ്പോഴും ഒരു വിക്ടിം മൈൻഡ് സെറ്റിൽ ഇരിക്കാതെ, നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ നമ്മളുടെ ചിന്തിക്കുന്ന രീതി ഒന്ന് മാറ്റുക. കാര്യങ്ങളെ നോക്കി കാണുന്ന രീതിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കുറേ കൂടി ബ്യൂട്ടിഫുൾ ആവുമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. സോ ഇന്ന് എനിക്ക് നല്ലൊരു ദിവസമായിരുന്നു. ഇന്ന് ഞാൻ സക്സസ്ഫുള്ളി 24 ദിവസം കംപ്ലീറ്റ് ചെയ്യുവാണ്. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഇന്നത്തെ ദിവസം ഞാൻ കുറച്ച് മടിച്ചായിപ്പോയി, എനിക്ക് കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ഒക്കെ ആയിപ്പോയി. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചലഞ്ച് ബ്രേക്ക് ചെയ്യാതെ ഞാൻ മുന്നോട്ടേക്ക് പോവാണ്. ഇതിനെക്കാട്ടി ഫോക്കസ്ഡ് ആയിട്ട് അടിപൊളിയായിട്ട് ഇനിയും എനിക്ക് മുന്നോട്ടേക്ക് പോകണം. ഈ ചലഞ്ച് എനിക്ക് ബ്രേക്ക് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യണം. അതുപോലെ എൻ്റെ ലൈഫിലാണെങ്കിലും എന്തൊക്കെ വരുവാണെങ്കിലും ശരി, ഞാൻ ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ടേക്ക് പോവും എന്നുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. ആളാകെ മാറുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ, സംസാരിക്കുന്ന കാണുമ്പോൾ, ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്ന കാണുമ്പോൾ, അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന കാണുമ്പോൾ, ഫിയേഴ്സ് ബ്രേക്ക് ചെയ്യുന്ന കാണുമ്പോൾ ഒക്കെ ഞാൻ എന്നെ ആലോചിച്ച് ഒരുപാട് പ്രൗഡാണ്. ഞാനുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. ഞാൻ എൻ്റെ തന്നെ നല്ലൊരു ഫ്രണ്ട് ആവുന്നുണ്ട്, നല്ലൊരു മോട്ടിവേറ്റർ ആവുന്നുണ്ട്. എന്നെ തന്നെ ഞാനിങ്ങനെ ചേർത്ത് പിടിച്ച്, എൻ്റെ കൈ പിടിച്ച് എനിക്ക് പേടിയുള്ള ആങ്ഷ്യസ് ആവുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോണ്ടല്ലോ, എന്താണെന്നറിയില്ല, ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു വല്ലാത്തൊരു ഇഷ്ടം എന്നോട് തന്നെ, വല്ലാത്തൊരു കണക്ഷൻ. അതുപോലെ മുന്നേയൊക്കെ ഞാൻ എന്ത് പ്രശ്നം വന്നാലും ഭയങ്കര നെഗറ്റീവായി പോയായിരുന്നു, വിക്ടിം മൈൻഡ് സെറ്റ് ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു ചാലഞ്ച് വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഓക്കെ, ഇതെനിക്ക് വളരാനുള്ള ഒരു അവസരമാണ്. എനിക്ക് എങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുക, ഇതിൻ്റെ സൊല്യൂഷൻ എന്താ, ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മൊത്തത്തിൽ എനിക്കൊരു ഇൻറ്റേർണൽ ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ ആളാകെ മാറുന്നുണ്ട്. സോ ഈ ദിവസം ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇത്ര ദിവസത്തെ എൻ്റെ ഒരു ജേർണിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ തന്നെ പുഷ് ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു സ്കില്ല് ബിൽഡ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. എന്തെങ്കിലും പേടിയുണ്ട്, അതിനൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു ധൈര്യം കാണിക്കുക. എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല, തുടങ്ങുക എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, അറിയുന്ന പോലെ തുടങ്ങുക. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മൊമെന്റിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. അറിയുന്നത് വെച്ച് തുടങ്ങുക, ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്ത് പോവുക. നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫ് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരിക്കലും നമ്മളെ തന്നെ ഇങ്ങനെ വെറുതെ നെഗറ്റീവായിട്ട് കുറ്റം പറഞ്ഞ് ഇരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇപ്പം എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ച് തുടങ്ങുക. അതുപോലെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക, സ്നേഹിക്കുക. അപ്പോൾ മാത്രമാണ് നമ്മുടെ ലൈഫിൽ റിയൽ ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ വരുള്ളൂ. പിന്നെ ഞാൻ മനസ്സിലാക്കി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫ് മാറണമെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട, കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ്സിൽ ചേഞ്ചസ് കൊണ്ടുവന്നാൽ മതി. കൺസിസ്റ്റൻസി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഡിസിപ്ലിൻ. അല്ലാതെ നമ്മൾ മോട്ടിവേഷൻ കൊണ്ടൊന്നും ലൈഫ് മാറില്ല. അതായത് മോട്ടിവേഷൻ ഇന്ന് വരും, നാളെ പോകും. കൺസിസ്റ്റൻസി ആണ് നമ്മുടെ ലൈഫിൽ നമ്മളെ സക്സസ്ഫുൾ ആക്കുന്നത്. നമ്മൾ കുറച്ച് നേരം ഒരു കാര്യം ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുക, അത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൽ മാസ്റ്റർ ആവും. സോ ഞാൻ
ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അൺലേൺ ചെയ്യുന്നുണ്ട്. ആസ് എ ഹ്യൂമൻ ബീങ് ഇനിയും ഞാൻ കുറേം കൂടെ വളരാനുണ്ട്, കുറേം കൂടെ സ്നേഹത്തോടും കരുണയോടും മറ്റുള്ളവരോടും എന്നോടൊക്കെ പെരുമാറാനുണ്ട്. ഞാൻ ഒരുപാട് കാര്യം എൻ്റെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുന്നുണ്ട്, ഞാനുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. ഈ 180 ഡേയ്സ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തതും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതൊക്കെ നന്നായും തോന്നുന്നുണ്ട്. കാരണം അത് എന്നെ ഒരുപാട് പുതിയ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ എനിക്ക് എന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്ര കാലം ഞാൻ എന്നെ ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു, എന്നിങ്ങനെ ഹൈഡ് ചെയ്ത് എന്നെ ആരും കാണണ്ട, എനിക്ക് ഭംഗിയില്ല, എനിക്ക് കഴിവില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നിട്ട് ഇപ്പം ഞാൻ എന്നെ അങ്ങ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു സന്തോഷം, സമാധാനം. എനിക്ക് ഞാനായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ വേറെ ആരുമായിട്ട് അഭിനയിക്കേണ്ട ആവശ്യമില്ല, ഞാനായിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണിതിപ്പോൾ. എനിക്ക് എല്ലാ ദിവസവും ഇപ്പോൾ വീഡിയോ ചെയ്യാൻ ഇഷ്ടം. ആദ്യമൊക്കെ എനിക്ക് എന്തോ പോലെ എന്താണല്ലോ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തു പോയി, പബ്ലിക്കായി പറഞ്ഞു പോയി, അതുകൊണ്ട് അങ്ങ് വീഡിയോ ചെയ്യാം, അങ്ങനെയായിരുന്നു. എനിക്കൊന്നും അറിയില്ല, ഭയങ്കര ഇൻസെക്യൂർ ആവുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഈ ഒരു പ്രോസസ്സൊക്കെ എൻജോയ് ചെയ്ത് തുടങ്ങി. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഞാൻ മൊത്തത്തിൽ ഞാനുമായിട്ട് അങ്ങ് ഇഷ്ടത്തിലാണ്. ഞാൻ എന്നെ അങ്ങോട്ട് നല്ലോണം നോക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ തെറ്റുകൾ സ്നേഹത്തോടെ തിരുത്തുന്നുണ്ട്. പണ്ടത്തെ അലീഷ ഇങ്ങനെയല്ല. പണ്ട് ഞാൻ എന്ന് പറഞ്ഞാൽ എന്നെ ഭയങ്കര ഹാഷായി ക്രിട്ടിസൈസ് ചെയ്ത് കുറ്റം പറഞ്ഞ് കളിയാക്കി, അല്ലെങ്കിൽ എല്ലാം നെഗറ്റീവായി എടുത്ത് വിക്ടിം മൈൻഡ് സെറ്റ് ഇരുന്ന് കുറച്ച് ഹാഷായിട്ട് സ്വയോ മറ്റുള്ളവരോടൊക്കെ പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്റ്റിൽ ആസ് എ ഹ്യൂമൻ ബീങ് ഒരുപാട് ഗ്രോ ചെയ്യാനുണ്ട്, ഒരുപാട് ഏരിയയിൽ വർക്ക് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. എന്നാലും ഇപ്പോഴത്തെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് മാറി, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് എനിക്കിപ്പോൾ ഉള്ളത്. എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ വരുന്നു, ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. അതുപോലെ എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ ഗ്രേറ്റ്ഫുൾ ആണ്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഞാൻ സങ്കടപ്പെട്ട് ഇങ്ങനെ കരയുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ ഓൾറെഡി ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവുന്നത് നമ്മുടെ ലൈഫിലുള്ള നല്ല കാര്യങ്ങൾ നോട്ടീസ് ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റിയിലാണെന്ന് എവിടെയോ ഞാനൊരു കോട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. അത് സത്യമാണ്. എൻ്റെ ലൈഫിൽ ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ വെറുതെ വിഷമിച്ച് കരഞ്ഞ് വിക്ടിം മൈൻഡ് സെറ്റ് ഇരുന്ന് എൻ്റെ ലൈഫിൽ ഒരു നല്ല കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ ചുറ്റും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. എനിക്ക് ഒരുപാട് നല്ല അവസരങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. ഇതൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അതുപോലെ ഒരുപാട് കാര്യം ഞാൻ ടേക്ക് ഫോർ ഗ്രാൻഡഡ് ആയിരുന്നു. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വെറുതെ എൻ്റെ ലൈഫിലുണ്ടായിട്ട് അതിനൊന്നും നന്ദി പറയാതെ അതൊന്നും കാണാതെ പോയി. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ആരോഗ്യമുണ്ട്, എൻ്റെ ചുറ്റും നല്ല മനുഷ്യരുണ്ട്, പഠിക്കാനുള്ള അവസരമുണ്ട്, അതുപോലെ എനിക്ക് എന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ വലിയ കാര്യമാണ്. എനിക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ട്, എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ അനുഗ്രഹങ്ങളാണ്. എൻ്റെ ലൈഫിലുള്ള ബ്ലെസ്സിങ്സ് കാണാൻ തുടങ്ങി ഞാനിപ്പം. അതുപോലെ കുറച്ച് ഹമ്പിളായി. ആദ്യമൊക്കെ കുറച്ചൊരു, അതുപോലെ ആസ് എ പേഴ്സൺ ഞാൻ കുറച്ചും കൂടെ ഒരു നല്ല വ്യക്തി ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്കിപ്പോൾ. ആദ്യമൊക്കെ തന്നെ കുറച്ച് ഹാഷായിട്ടുള്ള, എനിക്കെല്ലാം അറിയാം, കുറച്ച് ഈഗോ ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ അങ്ങ് താന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി ഇതിലൊന്നും വലിയ കാര്യമില്ല, ഇങ്ങനൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മൾ നമ്മളുടെ അടുത്ത് കൈൻഡായിട്ടിരിക്കണം, ചുറ്റുമുള്ളവരുടെ അടുത്തും കൈൻഡായിട്ട് പെരുമാറണം. ഒരു ജീവിതമുള്ളൂ, നമുക്ക് ഈ ഉള്ള ഒരു ടൈം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ഏറ്റവും ഒരു ബെസ്റ്റ് നമ്മളിവിടെ കൊടുത്തിട്ട് വേണം പോകാൻ. അല്ലാതെ വെറുതെ എന്തൊക്കെയോ ചെയ്ത് ആരൊക്കെയോ എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു റാറ്റ് റേസിലൊന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം, നമ്മളെ സ്നേഹിക്കുക, ചുറ്റുമുള്ളവരെ സ്നേഹിക്കുക. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നേച്ചറിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ വെറുതെ ഏത് നേരം ഫോണിൽ സ്ക്രോൾ ചെയ്ത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ ഒരു വിക്ടിം മൈൻഡ് സെറ്റ് ഇരുന്നിട്ടൊന്നും കാര്യമില്ല. ഒരുപാട് പുതിയ റിയലൈസേഷൻസ് ഒക്കെ വരുന്നുണ്ട്. എന്നാൽ ഞാൻ കുറേ സംസാരിച്ചെന്ന് തോന്നുന്നു, എന്തൊക്കെയോ ബ്ലാ 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 സംസാരിച്ചിട്ടുണ്ട്. ബട്ട് ഇതെന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണല്ലോ, അതുകൊണ്ട് എനിക്ക് തോന്നിയൊക്കെ അങ്ങ് പറയുന്നു. ആദ്യമൊക്കെ ഞാൻ ഭയങ്കര കൺസേൺ ആയിരുന്നു, നല്ല കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എന്നെ എക്സ്പ്രസ് ചെയ്യേണ്ട, അങ്ങനെയൊക്കെ ഒരു ഇത്. പക്ഷെ ഇപ്പം ഞാൻ ഓരോ ദിവസം വീഡിയോ ചെയ്യുന്നതിനനുസരിച്ച് ഞാനിങ്ങനെ കൂടുതൽ എൻ്റെ സെൽഫിനൊക്കെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് നിങ്ങളോടത്തും പറയാനുള്ളത്, ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക, ഈ മാസ്ക് ഒക്കെ എടുത്ത് മാറ്റുക. എന്തായാലും മരിച്ചു പോകും, അതുകൊണ്ട് നിങ്ങളങ്ങ് എക്സ്പ്രസ് ചെയ്തേക്കുക, നിങ്ങളങ്ങ് സ്നേഹിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. സോ നിങ്ങളായിട്ടിരിക്കുക, അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നിങ്ങൾ വേറെ ആരും ആവാൻ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളായിരിക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആണ് ലൈഫ്. നമ്മൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, വെറുക്കുന്നവരുണ്ടാവും, ഉണ്ടായിക്കോട്ടെ. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്ക് നമ്മളെ ഇഷ്ടമെന്നുള്ളതാണ്. നമ്മൾ മറ്റാരെയും ഉപദ്രവിക്കേണ്ട കാര്യമില്ല, മറ്റാരെയും കഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ആരെയും ഉപദ്രവിക്കാതെ നമ്മുടെ ലൈഫിൽ ഫോക്കസ് ചെയ്ത് പോവുക. മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റിയ സഹായിക്കുക, ഇല്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ.
നമ്മൾ ഈ ഭൂമിയിലുള്ള സമയത്ത് ഈ ലോകം കാണുക, യാത്ര ചെയ്യുക, നല്ല മനുഷ്യരുമായിട്ട് സംസാരിക്കുക, നമ്മളെ സ്നേഹിക്കുക, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളെ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്തേക്കുക, നമ്മളായിട്ടിരിക്കുക, നമ്മൾക്ക് തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കുക. നമ്മളെ എക്സ്പ്രസ് ചെയ്തിട്ടില്ലേ പിന്നെ എന്ത് ലൈഫാണിത്? ഒരുപാട് വർഷം ഞാൻ ജീവിച്ചത് എന്നെ എക്സ്പ്രസ് ചെയ്യാതെ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരെ കംഫർട്ടബിൾ ആക്കി, ആരെയും ഡിസപ്പോയിന്റ് ചെയ്യാതെ, എന്നെ എക്സ്പ്രസ് ചെയ്യാതെ, എനിക്ക് പറയാനുള്ള കാര്യമൊന്നും പറയാതെ. പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയൊന്നും അല്ല ഞാൻ. മറ്റുള്ളവരെ എന്നെ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെ ഇരുന്നാൽ മതി. എനിക്ക് ഭംഗിയുണ്ട്, എനിക്ക് കഴിവുണ്ട്, പല കാര്യങ്ങളും എനിക്ക് അറിയില്ല, ഞാനതങ്ങ് സമ്മതിച്ചു. ശരിയാ, പല കാര്യത്തിലും ഞാൻ പെർഫെക്റ്റ് അല്ല, എനിക്ക് അറിയില്ല, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഞാൻ പല കാര്യങ്ങൾ പഠിക്കാൻ ട്രൈ ചെയ്യുന്നു. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നു വിചാരിച്ചിട്ടില്ല. ഒരുപാട് പേര് പല കാര്യം പറയുന്നുണ്ട്, പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇത് എന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസാണ്. ഞാൻ എന്നെ എക്സ്പ്രസ് ചെയ്യുന്നു. ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ, വെറുക്കുന്നവർ വെറുത്തോട്ടെ. ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല, ഹേറ്റ്രഡ് എവിടെയും സ്പ്രെഡ് ചെയ്യുന്നില്ല. പിന്നെ ഇപ്പം എന്താ പ്രശ്നം? അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ്. ഞാൻ വളരെയധികം മാറുന്നുണ്ട്. എൻ്റെ ചിന്താഗതി ആണെങ്കിലും ആസ് എ പേഴ്സൺ ഒരുപാട് ഗ്രോ ആവുന്നുണ്ട്. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്, ഐ എം സോ ഹാപ്പി. സോ എനിക്ക് നിങ്ങളുടെ അടുത്തും അതേ പറയാനുള്ളൂ. നിങ്ങൾ ജീവിക്കുക, നിങ്ങളുടെ ഇഷ്ടമുള്ള ലൈഫ് ജീവിക്കുക, നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക. ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, പ്രഷ്യസ് ആണ്. എല്ലാ ഇമോഷനും നല്ലതാണ്. ദേഷ്യം, സങ്കടം, വാശി, സന്തോഷം, എല്ലാം നല്ലതാണ്. എല്ലാ ഇമോഷനും നല്ലതാണ്. അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതാണ്. നമ്മൾ ഒന്നിനെ സപ്രസ് ചെയ്ത് വെക്കരുത്, നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. സോ അങ്ങനെ സക്സസ്ഫുള്ളി 24 ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്. ഞാൻ ഒരുപാട് 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 എന്നെക്കുറിച്ച് ഓർത്ത് പ്രൗഡാണ്. സോ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്, ഐ ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. നാളെ കാണാം, ബൈ.